സ്വർണ്ണവില വീണ്ടും പൊട്ടിത്തകരും. അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് സ്വർണ്ണവില 45,000-ലേക്ക് കുപ്പുകുത്തിയേക്കാമെന്ന് വരെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനായി കാത്തിരിക്കുകയാണ് സ്വർണ്ണ വ്യാപാരം. ഒരുപക്ഷെ ഈ മാസം 23 നടക്കുന്ന ബജറ്റിന് എക്സൈസ് തീരുവ 15% നിന്ന് 10% കുറയ്ക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഒരുപക്ഷെ 45,000-ലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആഗോള വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത ആഭരണങ്ങളുടെ ഡിമാൻഡ് കൂട്ടാൻ നികുതി ഇളവ് വരുത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ. രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുകയാണ്. ഫെഡറൽ റിസർവ് പലിശ കുറക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സ്വർണ്ണ വിപണി ഉയർന്നെങ്കിലും ബജറ്റിനെ തുടർന്ന് സ്വർണ്ണ വിപണി വീണ്ടും ഇടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വർണ്ണവിലയിൽ ഇനി അപ്രതീക്ഷിത എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരുപക്ഷെ 23-ാം തീയതിക്ക് ശേഷമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. സ്വർണ്ണവില ഇന്ന് ഒരു പവന് 360 രൂപ ഇടിഞ്ഞ് 54,520-ലേക്ക് ഇടിയുകയായിരുന്നു. സ്വർണ്ണവില ഇന്നലെ ഒരു പവന് 120 രൂപയുടെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 54,880-ലേക്ക് എത്തുകയായിരുന്നു. അതേസമയം സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. 24K തങ്കവില ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് 7,280, തൃശ്ശൂരിൽ 7,285 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 1,200 മുതൽ 1,300 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. വെള്ളി വിലയും ഇടിഞ്ഞു. ഗ്രാമിന് 97-ലും 10 ഗ്രാമിന് 950-ലുമാണ് വ്യാപാരം നടക്കുന്നത്. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.